സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വൺ പീസിലെ നമ്മുടെ ലോക്കിനെ കുറിച്ചാണ്. നമ്മുടെ ലോക്കിൻ്റെ പവേഴ്സും കാര്യങ്ങളൊക്കെ റിവീൽ ആയിട്ടുണ്ടെങ്കിലും നിങ്ങളിതുവരെ മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ ഞാൻ ലോക്കിനെ കുറിച്ച് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്നാലും മാത്രമേ ഈ വീഡിയോസ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുള്ളൂ. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയേക്കാം. നമുക്കറിയാം, നമ്മുടെ ലോക്കിയുടെ ട്രൂ ഫോം ഇപ്പോൾ റിവീൽ ആയിട്ടുണ്ട്. ആ ഫോം കണ്ടപ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലായി ലോക്കി എത്രമാത്രം വലുതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കായ്ഡോ പോലും നമ്മുടെ ലോക്കിയുടെ മുന്നിൽ ഇത്തിനേ ഉണ്ടാവുള്ളൂ. നമ്മുടെ കായ്ഡോയുടെ സൈസ് മാച്ച് ചെയ്യുന്നു നമ്മുടെ ലൂഫിയുടെ ജയൻ ഫോം. എന്നാൽ നമ്മുടെ ലൂഫിയുടെ ജയൻ ഫോം നമ്മുടെ ലോക്കിയുടെ തലയിലിരുന്നപ്പോൾ നമുക്ക് നമ്മുടെ നോർമൽ സൈസ് ലൂഫിനെ പോലെയാണ് തണ്ടിച്ച് തോന്നിയത്. അപ്പം നമ്മുടെ ലോക്കി വളരെ വലുതാണ്. പക്ഷേങ്കിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ ലോക്കിനെ നമ്മുടെ കാസലിൽ നമ്മുടെ ഹെറൽഡിനെ കൊല്ലുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ തൻ്റെ ഡ്രാഗൺ ഫോം നമ്മുടെ ലോക്കി എടുക്കുന്നുണ്ട്. ഡ്രാഗൺ ഫോം അല്ലെങ്കിലും ലോക്കി തൻ്റെ ഹ്യൂമൻ ഫോമിൽ നിന്ന് ട്രാൻസ്ഫോം ആകുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇത്ര എൽബാഫിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ലോക്കിയുടെ സൈസ് അത്രയും വലുതാണ്. എന്നുവെച്ചാൽ എങ്ങനെയാണ് നമ്മുടെ ലോക്കി നമ്മുടെ കാസലിനുള്ളിൽ ഫിറ്റായത്. നമുക്കവിടെ ക്ലിയറായി കാണാൻ പറ്റും നമ്മുടെ ലോക്കി കാസലിനുള്ളിൽ ഫിറ്റ് ആകുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് ലോക്കി തൻ്റെ ഒരു ഫോം അവിടെ നിന്ന് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ എങ്ങനെയായിരിക്കും ഫിറ്റായിട്ടുണ്ടാവുക? ഇവിടെ മെയിനായിട്ട് രണ്ട് തിയറീസാണ് വരുന്നത്. ഒന്ന്, നമ്മുടെ ലോക്കിക്ക് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തൻ്റെ സൈസ് മാറ്റാൻ പറ്റും. പിന്നെയുള്ളൊരു തിയറി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോക്കി നമ്മുടെ ഡ്രാഗൺ ഫോമിലേക്ക് മാത്രമല്ല മാറുക, ഫെൻറിൻ എന്ന് പറയുന്ന ഒരു വൂൾഫിൻ്റെ ഫോമിലേക്കും നമ്മുടെ ലോക്കിക്ക് മാറാൻ പറ്റുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഈ ഫെൻറിനെ നമ്മുടെ അണ്ടർവേൾഡിൻ്റെ ഗാർഡിയനായിട്ടൊക്കെയാണ് പറയുന്നത്. ഈ വൂൾഫ് ആയിക്കോട്ടെ ട്വിൻസാണ്. ഒന്ന് സണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഒന്ന് സണ്ണിനെ വിഴുങ്ങാൻ ആഗ്രഹിക്കുന്നതുമായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇതിലേത് ഫെൻറിനായിരിക്കും നമ്മുടെ ലോക്കി എന്ന് കൂടി നമുക്ക് നോക്കേണ്ടി വരും. ഇനി നമ്മുടെ ലോക്കി ഒരു വൂൾഫ് ഫോം എടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയാനുള്ള കാരണം ഇവിടെ നമുക്ക് കാണാൻ നമ്മുടെ ഡ്രെയിൻ മോൺസ്റ്റേഴ്സിനെ കാണിക്കുമ്പോൾ ഹജറുദ്ദീന് ഒരു ഡ്രാഗൺ ഫോം കണ്ടിച്ച് ഞെട്ടുന്നതായിട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഡ്രാഗനെ നമുക്ക് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഡ്രാഗൻ്റെ നാവൊക്കെ പുറത്തേക്ക് ചാടി നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. നമ്മുടെ ലോക്കിയുടെ ഉള്ളതുപോലെ തന്നെ ഇതേപോലെ തന്നെ ഒരു വൂൾഫിനെ നമ്മുടെ ഡ്രീം മോൺസ്റ്റേഴ്സിൻ്റെ കൂട്ടത്ത് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അതും നമ്മുടെ ലോക്കി തന്നെ ആവാനാണ് ചാൻസ്. നമ്മുടെ ലോക്കിക്ക് തനിക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫോം സ്വീകരിക്കാനും പറ്റിയേക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫെൻറിൻ എന്ന് പറയുന്ന വൂൾഫ് ഈ ഡ്രാഗൻ്റെ ഫോമും നമ്മുടെ ലോക്കിക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ലോക്കി കാസലിൽ നിന്ന് യൂസ് ചെയ്തിട്ടുണ്ടാവുക ഈ ഫെൻറിൻ എന്ന് പറയുന്ന വൂൾഫിൻ്റെ ഫോം ആയിരിക്കും. നിങ്ങൾക്ക് ഈ സിലുവത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതൊരു ഡ്രാഗനെ പോലെ അങ്ങനെ തോന്നുന്നില്ല. പിന്നെ നമ്മുടെ ഫെൻറിന് ട്വിൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സണ്ണിൻ്റെ കൂടെ നിൽക്കുന്നതും ഒന്ന് സണ്ണിനെതിരെ നിൽക്കുന്നതും. അങ്ങനെയാണെങ്കിൽ ഈ ഫെൻറിൻ ആരുടെ കൂടിയായിരിക്കും? നമുക്കറിയാം, നമ്മുടെ ഈ ഹാറൽ ടെക്സ്റ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ലോക്കിയുടെ ഡ്രാഗൻ ആഡം ട്രീ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഡ്രാഗൻ എന്തായാലും എൽബാഫ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ലൂഫിയുടെ കൂടെ തന്നെയായിരിക്കും നമ്മുടെ ലോക്കി നിൽക്കാൻ പോകുന്നതെന്ന്. പിന്നെ ഇവിടെയുള്ളൊരു പ്രശ്നം, നമ്മുടെ ഹോം ഡൗൺ തിയറി വെച്ചിട്ട് നമ്മുടെ ലോക്കി ഡോമി റിവേഴ്സി ആവാൻ ചാൻസ് ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാവില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും കാലം നമ്മളെ ലോക്കി സഫർ ചെയ്ത്, അപ്പോൾ ഇത് നമ്മുടെ ലോക്കിയുടെ ഒരു ടൈം വരുമ്പോൾ വീണ്ടും നമ്മളെ ലോക്കി സഫർ ചെയ്താൽ ലോക്കിക്ക് ഇവിടെ ഷൈൻ ചെയ്യേണ്ട എല്ലാ ചാൻസും ഇല്ലാതാക്കുന്നത് പോലെ ആയിപ്പോവും. അതുകൊണ്ട് തന്നെ ലോക്കിനെ ഡോമി റിവേഴ്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യിക്കാത്തതാണ് നല്ലത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല, ചില തിയറിയിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ ലോക്കിക്ക് ഇനിയും പവറപ്പ് കിട്ടുമെന്ന്. ഓൾറെഡി വളരെ പവർഫുൾ ആയിട്ടാണ് നമ്മുടെ ലോക്കി ഉള്ളത്. ഇനിയും പവറപ്പ് കിട്ടുമെന്ന് പറയാനുള്ള കാരണം നമ്മുടെ ലോക്കിയുടെ ഡെവിൽ ഫ്രൂട്ട് ഇപ്പോൾ എവേക്കൺ അല്ല എന്ന് പലരും പറയുന്നുണ്ട്. അത് സത്യമാണെങ്കിൽ എവേക്കൺ ചെയ്യുകയാണെങ്കിൽ ലോക്കി ഇപ്പോൾ ഉള്ളതിലും വളരെ പവർഫുള്ളായി മാറുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഷാങ്സിൻ്റെ കാര്യം, ഷാങ്സ് നമ്മുടെ ലോക്കിനെ പിടിച്ചു കൊണ്ടുവന്നതാണെന്ന് പലരും പറയുന്നുണ്ട്. അത് തെറ്റാണെന്ന് ഇതുവരെ മാങ്ക വായിച്ചിട്ടുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പോഴും നിങ്ങൾ ആ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.